91 സങ്കീർത്തനത്തിൽ എഴുത്തുകാരൻ പ്രഖ്യാപിക്കുന്നത്, "He who dwells in the secret place of the Most High shall abide under the shadow of the Almighty." അത്യുന്നതന്റെ മറവിൽ വസിക്കുന്നവൻ സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കും. അത്യുന്നതനാം ദൈവത്തിന് ഒരു സീക്രട്ട് പ്ലേസ്, രഹസ്യ സ്ഥലമുണ്ട്. ആ രഹസ്യ സ്ഥലമത്രേ ദൈവത്തിൻ്റെ പാദപീഠം. ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് കുറഞ്ഞ പക്ഷം 3 അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു. ഒന്ന്, ഹിസ് പ്രൊട്ടക്ഷൻ, അവിടുത്തെ സംരക്ഷണം. 2, ഹിസ് പ്രൊവിഷൻ, അവിടുത്തെ പരിപാലനം. 3, ഹിസ് പവർ, അവിടുത്തെ ശക്തി. ഈ 3ഉം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഘടകങ്ങളത്രേ. ഈ മഹത്വകരമായ അനുഗ്രഹങ്ങൾ നമുക്ക് ആവശ്യമെങ്കിൽ ദൈവവുമായി ആഴത്തിലുള്ള ബന്ധം വളർത്തിയെടുക്കുവാൻ അത്യുന്നതൻ്റെ രഹസ്യസ്ഥലത്ത് സമയം ചെലവഴിക്കുക. നമ്മുടെ ഹൃദയവും ആത്മാവും ദൈവത്തിലേക്ക് പകരാനും നമ്മോട് സംസാരിക്കുന്ന അവിടുത്തെ ശബ്ദം കേൾക്കാനും കഴിയുന്ന ഒരു അടുപ്പത്തിൻ്റെ സ്ഥലമാണിത്. മറ്റൊരിടത്തും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിൽ അവിടുത്തെ സ്നേഹവും കൃപയും സമാധാനവും അനുഭവിക്കാൻ കഴിയുന്ന ഒരു സ്ഥലമത്രേ അത്യുന്നതൻ്റെ രഹസ്യസ്ഥലം. ഈ രഹസ്യസ്ഥലത്ത് സമയം കണ്ടെത്തുന്നതിൽ നമ്മുടെ ജീവിതത്തിൽ മുൻഗണന നൽകണം. ക്രിസ്തീയ ജീവിതത്തിൻ്റെ രഹസ്യം ഏതെന്ന് ചോദിച്ചാൽ അത്യുന്നതൻ്റെ രഹസ്യസ്ഥലത്ത് രഹസ്യമായി സമയം ചെലവഴിക്കുന്നതത്രേ. ദൈവത്തോടൊപ്പം സമയം ചെലവഴിക്കുന്നതിലൂടെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കണക്കാക്കാനാവാത്തതാണ്. ഈ ഒരു രഹസ്യസ്ഥലം ഒരു ഭൗതിക സ്ഥാനത്തേക്കാൾ ഉപരി ഒരു അവസ്ഥയാണ്. എവിടെയും എപ്പോൾ വേണമെങ്കിലും എത്തിച്ചേരാൻ കഴിയുന്ന വിശ്രമത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ദൈവവുമായുള്ള അടുപ്പത്തിൻ്റെയും സ്ഥലമാണിത്. നമ്മുടെ എല്ലാ ഭയങ്ങൾക്കും സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കുമുള്ള പരിഹാരത്തിൻ്റെ ഇടമത്രേ ഈ രഹസ്യസ്ഥലം. ഡോക്ടർ ലിയനാർഡ് റാവൻഹില്ലിൻ്റെ ശ്രദ്ധേയമായ ഒരു വാചകമത്രേ, "ദ സീക്രട്ട് ഓഫ് പ്രേയിങ് ഈസ് പ്രേയിങ് ഇൻ സീക്രട്ട്." പ്രാർത്ഥനയുടെ രഹസ്യം രഹസ്യത്തിലുള്ള പ്രാർത്ഥനയാണ്. രഹസ്യത്തിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നവരെയാണ് ദൈവം പരസ്യമായി ദൈവത്തിനായി നിൽക്കുവാൻ ശക്തരാക്കുന്നത്. നമുക്കിന്ന് അത്യുന്നതൻ്റെ മറവിൽ എന്നും എപ്പോഴും വസിക്കുവാൻ ഒരു തീരുമാനമെടുക്കാം. ദൈവത്തിൻ്റെ ആ രഹസ്യ സ്ഥലത്താണ് നാം വസിക്കുന്നതെങ്കിൽ സംശയം വേണ്ട, നമ്മോട് തന്നെയാണ് ആ വാഗ്ദത്തം തന്നിരിക്കുന്നത്. നിന്റെ വശത്ത് 1000 പേരും നിന്റെ വലത്തുവശത്ത് 10,000 പേരും വീഴും, എങ്കിലും അത് നിന്നോട് അടുത്ത് വരികയില്ല. കാരണം സർവശക്തൻ്റെ നിഴലിൻ കീഴിലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. ഹാവ് എ ബ്ലെസ്ഡ് ഡേ.